നിങ്ങളുടെ ലിംഗത്തിലേക്ക് രക്തയോട്ടം കുറവുണ്ടോ എന്നുള്ളത് എങ്ങനെ തിരിച്ചറിയാം? നിങ്ങൾക്ക് തന്നെ നിങ്ങളുടെ ബോഡി തരുന്ന വാർണിംഗ് സൈൻസ് എന്തൊക്കെയാണ്, അതിനെങ്ങനെ മറികടക്കാം? അല്ലെങ്കിൽ ഈ വാർണിംഗ് സൈൻസ് ഉണ്ടെങ്കിൽ നിങ്ങൾ നെക്സ്റ്റ് എന്താണ് ചെയ്യേണ്ടത്? ഉറക്കക്കുറവ് എന്നുള്ള ഒരു വലിയ ഫാക്ടറുണ്ട്. ഈ ഒരു ഫാക്ടറാണ് പലപ്പോഴും പല ആളുകളിലും ഉദാഹരണക്കുറവ് ഉണ്ടാക്കിയിട്ടുള്ളത് എന്നുള്ളതും കൂടി ഞാൻ പറയാം. ഈ ഉദാഹരണക്കുറവ് അല്ലെങ്കിൽ ലിംഗത്തിലേക്കുള്ള രക്തയോട്ടം കുറയാനുള്ള കാരണം എന്താണ്? ആ ഒരു ഭാഗത്തേക്കുള്ള രക്തക്കുഴലുകളിൽ പല രീതിയിലുള്ള ബ്ലോക്കുകൾ വരുന്നതുകൊണ്ടാണ്. അതിയായ ക്ഷീണമാണ്. അതായത് ഒരു സെക്സ് കഴിഞ്ഞു കഴിഞ്ഞാൽ എന്താണെന്നറിയില്ല ഡോക്ടർ, ആ ഒരു ബെഡിൽ നിന്ന് പോലും എനിക്ക് എണീക്കാൻ പറ്റാത്തൊരവസ്ഥയിലേക്ക് ഞാൻ ക്ഷീണിച്ച് പോകാറുണ്ട് എന്ന് പറയുന്ന ആളുകൾ. ഉറക്കം, എക്സസൈസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങളുടെ ബോഡി നിങ്ങൾ ഇളക്കുന്നുണ്ട് എന്നുള്ളത് നോക്കുക. ഈ ഏർലി സിംറ്റംസ് വരുന്ന സമയത്ത് തന്നെ നമ്മൾ ട്രീറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ നിങ്ങളെ നോർമലിലേക്ക് കൊണ്ടുവരാം. ലിംഗത്തിലേക്കുള്ള രക്തയോട്ടം കുറഞ്ഞോ എന്നൊരു ഡൗട്ട് ഉണ്ട് ഡോക്ടറെ. എന്താണെന്നറിയില്ല, ഞാൻ വിചാരിച്ച പോലെ ഉദ്ധാരണം കിട്ടുന്നില്ല. പണ്ട് പെട്ടെന്നൊക്കെ ഉദ്ധരിച്ചിരുന്നു, ഇപ്പോൾ കുറേ ടൈം ട്രൈ ചെയ്താൽ മാത്രമാണ് ഉദ്ധാരണം വരുന്നത്. എന്തോ പ്രശ്നം ഉണ്ടോയെന്ന് എനിക്കറിയില്ല. കാര്യം നടക്കുന്നുണ്ട്, എനിക്ക് ബന്ധപ്പെടാൻ പറ്റുന്നുണ്ട്, വൈഫ് ഓക്കെയാണ്, സാറ്റിസ്ഫൈഡ് ആണ്, ഞാൻ അവളെ അറിയിക്കാതെയാണ് ശരിക്കും നിങ്ങളെ കോണ്ടാക്ട് ചെയ്യുന്നത് എന്ന സെയിം ഡയലോഗ് ഞാൻ ഒരുപാട് പേര് കയ്യിൽ നിന്ന് ഒരേ സമയം ഞാൻ കേട്ടിട്ടുണ്ട്. സോ ഇതിൽ ബേസിക്കലി ഞാൻ ഇന്ന് പറയാൻ പോകുന്നത്, നിങ്ങളുടെ ലിംഗത്തിലേക്ക് രക്തയോട്ടം കുറവുണ്ടോ എന്നുള്ളത് എങ്ങനെ തിരിച്ചറിയാം? നിങ്ങൾക്ക് തന്നെ നിങ്ങളുടെ ബോഡി തരുന്ന വാർണിംഗ് സൈൻസ് എന്തൊക്കെയാണ്, അതിനെങ്ങനെ മറികടക്കാം? അല്ലെങ്കിൽ ഈ വാർണിംഗ് സൈൻസ് ഉണ്ടെങ്കിൽ നിങ്ങൾ നെക്സ്റ്റ് എന്താണ് ചെയ്യേണ്ടത് എന്നുള്ള കാര്യമാണ്. അപ്പോൾ ആദ്യം തന്നെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ എന്താണ് ലിംഗത്തിലേക്കുള്ള രക്തയോട്ടം കുറയാനുള്ള കാരണം, അല്ലെങ്കിൽ എങ്ങനെയായിരിക്കും അതിൻ്റെ സിംറ്റംസ്, എന്തൊക്കെയാണ് അവിടെ ചെയ്യേണ്ടത് എന്നുള്ളതാണ്. ഞാൻ ഡോക്ടർ ഹിബ അബ്ദുൽ മജീദ്, ഡോക്ടർ ഹിബ ജറോവിയ, പെരിന്തൽമണ്ണ, മലപ്പുറം ജില്ല. അപ്പോൾ ലിംഗത്തിലേക്കുള്ള രക്തയോട്ടം കുറവുണ്ടോ എന്നുള്ളത് അറിയണം എന്നുണ്ടെങ്കിൽ ആദ്യം തന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, അതായത് ഒരു 30 വയസ്സ് മുതൽ ആളുകളിൽ ആക്ച്വലി ഈ പ്രശ്നം കണ്ടുവരുന്നുണ്ട്. എങ്ങനെയാണെന്ന് അറിയില്ല, എന്താണെന്നറിയില്ല. അന്നേ എനിക്ക് ഈ പ്രശ്നം ഉണ്ടായിരുന്നു, അന്ന് നോക്കിയിരുന്നെങ്കിൽ ഇപ്പോൾ ഈ ഒരു ബുദ്ധിമുട്ടിലേക്ക് എത്തൂലായിരുന്നു ഇല്ലേ എന്ന് ചോദിക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. അതായത് പലപ്പോഴായിട്ട് നമ്മൾ കണ്ടിട്ടുള്ളത് രാവിലത്തെ ഉദ്ധാരണം തന്നെ ഇല്ല എന്നുള്ള അവസ്ഥയാണ്. അല്ലെങ്കിൽ ഉദ്ധാരണം ഉണ്ട്, അല്ലെ ആ ഒരു മൂത്രം ഒഴിക്കുന്ന ടൈമിൽ ചെറിയൊരു ലൈറ്റ് ഇറക്ഷൻ മാത്രമേ ഉണ്ടാവാറുള്ളൂ. മൂത്രമൊഴിച്ച് കഴിഞ്ഞോട് കൂടെ അത് ഇല്ലാണ്ടാവാറുണ്ട്. കുറേ കാലമായിട്ട് ഡോക്ടറെ ഞാനത് അറിഞ്ഞിട്ട് പോലുമില്ല, അങ്ങനെ ഒരു ഉദാഹരണം പോലും ഞാൻ അറിഞ്ഞിട്ടില്ല രാവിലെ ഉണ്ട് എന്നുള്ളത്. പക്ഷേ ഇത് അറിയണ്ടേ, എനിക്കിത് നോർമൽ അല്ല, അല്ലെങ്കിൽ ഇത് പ്രശ്നമുണ്ട്, ഞാൻ എന്തെങ്കിലും ശ്രദ്ധിക്കേണ്ടതുണ്ട് എന്നുള്ളത് എനിക്ക് അറിയില്ലായിരുന്നു എന്ന് പറയുന്ന ഒരുപാട് ആളുകളുണ്ട്. സോ മോർണിംഗ് ഇറക്ഷൻസ് എപ്പോഴും നിങ്ങൾ ശ്രദ്ധിക്കുക. രാവിലെ എണീറ്റ ഉടനെ നിങ്ങൾക്ക് ആ സമയം ബന്ധപ്പെട്ടോളണം എന്നില്ല, അല്ലെങ്കിൽ അങ്ങനെ ഒരു താല്പര്യം വന്നോളണം എന്നില്ല. പലപ്പോഴും പല ആളുകളും പറയാം, ഡോക്ടറെ രാവിലെ എണീറ്റ് ഒരു ഷടപടേ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പോക്കാണ്, ജോലിക്ക് എത്തണ്ടേ, അപ്പോൾ പിന്നെ എല്ലാം കൂടി അങ്ങ് എന്തൊക്കെയോ ചെയ്ത് കൂട്ടി ഞാൻ പോകാറാണ്, അപ്പോൾ ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നില്ല. നമ്മൾ മെഡിസിൻ കൊടുക്കുമ്പോൾ പോലും നമ്മൾ ആദ്യം പറയാം നിങ്ങൾ രാവിലത്തെ ഉദാഹരണം ഉണ്ടോ എന്നുള്ളത് ശ്രദ്ധിച്ചിട്ട് വരും, എന്നാലേ നമ്മൾ മെഡിസിൻ ആക്ട് ചെയ്തോ ഇല്ലേ എന്നുള്ളത് കറക്റ്റ് മനസ്സിലാവുള്ളൂ എന്നാണ്. അപ്പം രാവിലെ എണീക്കുന്ന ടൈമിൽ നിങ്ങൾക്ക് ഒന്നും ഫീൽ ചെയ്യണ്ട, നിങ്ങൾ ജസ്റ്റ് മൂത്രമൊഴിക്കാൻ പോകുന്ന ടൈം വരെ ആ ടൈമിൽ നിങ്ങൾക്ക് ഉദ്ധാരണം ഉണ്ടോ, മൂത്രമൊഴിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഉദ്ധാരണം ഉണ്ടോ എന്നുള്ളതാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്. 2, നിങ്ങൾ ആഗ്രഹിക്കുന്ന ടൈമിൽ നിങ്ങൾക്ക് ഉദ്ധാരണം കിട്ടുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അത് പഴയതുപോലെ നല്ല ഫേം ആയിട്ട് നിൽക്കുന്നുണ്ടോ, അതോ ചെറുതായിട്ടൊരു ഫേംനെസ് കുറവുണ്ടോ, അതായത് ആ ഒരു ബലം എവിടെയോ ചെറിയ കുറവുള്ളതുപോലെ തോന്നാറുണ്ടോ? 3, ഞാൻ ആഗ്രഹിക്കുന്ന ടൈമിൽ ഉദ്ധാരണം കിട്ടുന്നില്ല, അല്ലെങ്കിൽ ഉദ്ധരിക്കണം എന്നുണ്ടെങ്കിൽ ഞാൻ ഒരുപാട് തവണ സ്ട്രോക്ക് ചെയ്യണം, എൻ്റെ ലിംഗത്തിനെ ഞാൻ റിപ്പീറ്റഡ് ആയിട്ട് തൊട്ട് ഉണർത്തണം, എന്നാൽ മാത്രമാണ് എനിക്ക് ഈ ഒരു ഉദാഹരണം വരുന്നുള്ളൂ എന്ന സാഹചര്യം. ചില കേസുകളിൽ ആളുകൾ പറയാറുണ്ട്, ഡോക്ടറെ എനിക്ക് ആ ഒരു ഭാഗത്ത് എന്തോ ഒരു തണുപ്പാണ്, ബാക്കിയുള്ള ഭാഗത്തേക്കാളും അവിടെ തൊടുമ്പോൾ ഭയങ്കര തണുപ്പ് ഫീൽ ചെയ്യാറുണ്ട്, മരവിപ്പ് ഫീൽ ചെയ്യാറുണ്ട്, നോർമൽ അല്ലാത്തതുപോലെ എന്തോ ഒരു അസ്വസ്ഥത ഫീൽ ചെയ്യാറുണ്ട് എന്ന് പറയാറുണ്ട്. അതേപോലെ ചില കേസുകളിൽ അവിടെ ടെമ്പറേച്ചർ വേരിയേഷൻ ഉണ്ട്, അല്ലെങ്കിൽ തൊട്ടാൽ അറിയുന്നില്ല. ഞാൻ പണ്ടൊക്കെ ജസ്റ്റ് ഒന്ന് സ്ലൈറ്റ് ടച്ച് പോലെ എനിക്ക് നല്ലോണം ഫീൽ ചെയ്യുമായിരുന്നു, പക്ഷെ ഇപ്പോൾ അങ്ങനെ ഒരു സാധനം പോലും എന്നെ ഉണർത്തുന്നില്ല, അല്ലെങ്കിൽ എനിക്ക് അറിയാൻ പോലും പറ്റുന്നില്ല എന്ന് പറയുന്ന സാഹചര്യമുണ്ട്. സോ ഇത്തരത്തിലുള്ള ബുദ്ധിമുട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ഇത് നിങ്ങൾക്ക് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് നിങ്ങൾക്ക് ഉദ്ധാരണക്കുറവ് വരാനുള്ള ചാൻസ്, അല്ലെങ്കിൽ ആ ഒരു ലിംഗത്തിലേക്കുള്ള രക്തയോട്ടം നല്ല രീതിയിൽ കുറഞ്ഞു വന്നിട്ടുണ്ട് എന്നുള്ളതാണ്. ഇതിൻ്റെ കൂടെ ചില ആളുകൾക്ക് ഫീൽ ചെയ്യുന്ന ഒരു കാര്യമുണ്ട്. ഒന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിയായ ക്ഷീണമാണ്. അതായത് ഒരു സെക്സ് കഴിഞ്ഞു കഴിഞ്ഞാൽ എന്താണെന്നറിയില്ല ഡോക്ടർ, ആ ഒരു ബെഡിൽ നിന്ന് പോലും എനിക്ക് എണീക്കാൻ പറ്റാത്തൊരവസ്ഥയിലേക്ക് ഞാൻ ക്ഷീണിച്ച് പോകാറുണ്ട്
എന്ന് പറയുന്ന ആളുകളുണ്ട്. അതേപോലെ ചില ആളുകൾ പറയാറുണ്ട്, എന്താണെന്നറിയില്ല, കുറച്ച് കാലമായിട്ട് ഒരു താല്പര്യമില്ല. എങ്ങനെ നോക്കിക്കഴിഞ്ഞാലും ഇപ്പോൾ ഭാര്യൻ്റെ അടുത്താണെങ്കിലും ഇല്ല, അല്ലെങ്കിൽ ഫോൺ വീഡിയോസ് കാണാനാണെങ്കിലും സ്വയം ചെയ്യാൻ പോലും എനിക്കൊരു താല്പര്യം തോന്നാറില്ല എന്ന് പറയുന്ന ആളുകളുണ്ട്. അതേപോലെ ചില കേസുകളിൽ ആളുകൾ പറയാറുണ്ട്, ഉദാഹരണം പണ്ടുള്ള അത്ര സ്ട്രോങ് അല്ല, അല്ലെങ്കിൽ കുറേ ടൈം എടുത്തിട്ടാണ് ഉദ്ധരിക്കുന്നത്, ഉദ്ധരിച്ചു കഴിഞ്ഞാൽ തന്നെ പെട്ടെന്ന് പോവാണ് എന്ന് പറയുന്ന ആളുകളുണ്ട്. അപ്പോൾ ഇതൊക്കെ ഇതിൻ്റെ കൂടെ വരുന്ന സിംറ്റംസ് ആണ്. ഇത്തരം സിംറ്റംസ് നിങ്ങൾക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്തായാലും ഒന്ന് ഒരു ഡോക്ടറെ കൺസൾട്ട് ചെയ്യേണ്ടതുണ്ട്. കാരണം അതല്ല എന്നാണെന്നുണ്ടെങ്കിൽ ഈ ഏർലി സിംറ്റംസ് വരുന്ന സമയത്ത് തന്നെ നമ്മൾ ട്രീറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ നിങ്ങളെ നോർമലിലേക്ക് കൊണ്ടുവരാം. അതല്ല എന്നാണെന്നുണ്ടെങ്കിൽ നിങ്ങളെ നോർമലിലേക്ക് കൊണ്ടുവരാൻ കുറച്ച് ടൈം എടുക്കും. അതായത് ഈ പറയുന്ന പോലെ ഈ ഉദ്ധാരണക്കുറവ് അല്ലെങ്കിൽ ലിംഗത്തിലേക്കുള്ള രക്തയോട്ടം കുറയാനുള്ള കാരണം എന്താണ്? ആ ഒരു ഭാഗത്തേക്കുള്ള രക്തക്കുഴലുകളിൽ പല രീതിയിലുള്ള ബ്ലോക്കുകൾ വരുന്നതുകൊണ്ടാണ്. ഈ ബ്ലോക്കുകൾ വരാൻ പല കാരണങ്ങളുണ്ട്. പക്ഷേ പല രീതിയിലുള്ള, ഇപ്പോൾ ഒരു പൈപ്പിലൂടെ, ഒരു നല്ല ചളിയുള്ള പൈപ്പിലൂടെ വെള്ളം ഒഴിക്കണം അല്ലെങ്കിൽ വെള്ളം പോകണം എന്നാണ് നമ്മൾ വാശി പിടിച്ചുകൊണ്ട് കാര്യമുണ്ടോ? അത് എത്രത്തോളം വെള്ളം അപ്പുറത്തെത്തും. ആ ഒരു രീതിയിൽ തന്നെയാണ് നിങ്ങൾക്ക് നിങ്ങളുടെ ഈ ഒരു ഉദ്ധാരണം എന്ന് പറയുന്നത് നടക്കുന്നത്. അപ്പം ഈ ഒരു സാഹചര്യത്തിൽ ലിംഗത്തിലേക്കുള്ള രക്തയോട്ടം കുറയാനുള്ള കാരണത്താൽ പല രീതിയിലുള്ള ബ്ലോക്കുകൾ അവിടെ ഉണ്ട്. ആ ബ്ലോക്കുകളെ മാറ്റി നിങ്ങളെ നോർമലിലേക്ക് കൊണ്ടുവരാനാണോ, ആ ബ്ലോക്കുകൾ വരുന്നതിന് മുന്നേ നിങ്ങളുടെ ബോഡി തന്നെ നിങ്ങൾക്ക് തരുന്ന വാർണിംഗ് സൈൻസ് ആയിട്ട് അതിനെ ട്രീറ്റ് ചെയ്ത് കൊണ്ടുവരുന്നതാണോ എളുപ്പം എന്ന് നിങ്ങളൊന്ന് ആലോചിക്കുക. അപ്പം ലിംഗത്തിലേക്കുള്ള രക്തയോട്ടം കുറയാനുള്ള പല കാരണങ്ങളുണ്ട്. അതിപ്പോൾ നിങ്ങൾക്ക് തന്നെ അറിയുന്നുണ്ടാവും. അതിലൊരു ബേസിക് കാരണം എന്ന് പറയുന്നത് ഷുഗറാണ്, പ്രഷറാണ്, കൊളസ്ട്രോൾ ആണ്, യൂറിക് ആസിഡ് ആണ്. അതേപോലെ പറയാനാണെന്നുണ്ടെങ്കിൽ ഹാർട്ട് റിലേറ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലും രോഗങ്ങളുണ്ട് എന്നുണ്ടെങ്കിൽ, തൈറോയിഡ് റിലേറ്റഡ് ആയിട്ടുള്ള അസുഖങ്ങളുണ്ട് എന്നുണ്ടെങ്കിൽ, അതേപോലെ തന്നെ പറയാനുള്ളതാണ്, നിങ്ങൾ എപ്പോഴും ഒരേ ഇരുന്നിട്ടുള്ളൊരു ജോലിയാണ്, നിങ്ങൾക്ക് എക്സസൈസ് ഇല്ല, വ്യായാമം തീരെ ഇല്ലാത്തൊരു ശരീരമാണ് എന്നുണ്ടെങ്കിൽ, ഭയങ്കരമായിട്ട് സ്ട്രെസ് ഉള്ള ഒരാളാണ് എന്നുണ്ടെങ്കിൽ, അതേപോലെ തന്നെ നിങ്ങൾ നന്നായിട്ട് സ്മോക്ക് ചെയ്യാറുണ്ട്, കുടിക്കാറുണ്ട്, വലിക്കാറുണ്ട്, ഡ്രഗ്സ് യൂസ് ചെയ്യാറുണ്ട് എന്നുണ്ടെങ്കിൽ ഒക്കെ ഈ പറയുന്ന ഒരു രോഗത്തിലേക്ക് എത്താനുള്ള ചാൻസസ് കൂടുതലാണ്. ഇത് മാത്രമല്ല, ചില കാര്യങ്ങളുണ്ട്, അതായത് നമ്മൾ വീട്ടിലിരുന്നുകൊണ്ട് തന്നെ ചെയ്യുന്ന, നമ്മൾ കോമൺ ആയിട്ട് ചെയ്യുന്ന ചില കാരണങ്ങളാൽ നമുക്ക് ഈ ഒരു അസുഖം വരാം. അതായത് നമ്മളിപ്പം എപ്പോഴും വീട്ടിലാണെങ്കിലും പുറത്താണെങ്കിലും ജോലിക്ക് പോയാലും ഇരുത്താണ്, വീട്ടിൽ വന്നു കഴിഞ്ഞാൽ തിരിച്ച് ടിവിൻ്റെ മുന്നിൽ പത്രം എടുത്തിട്ട് ഫോൺ എടുത്തിട്ട് എപ്പോഴും ഒരേ പൊസിഷനിലാണ്, നമ്മളൊന്നും മാറുന്നത് പോലും ഇല്ല, ഒരു എക്സസൈസ് ഇല്ല, ബോഡിക്ക് ഒരു വ്യായാമം എന്ന് പറയുന്നൊരു സംഭവം ഇല്ല എന്നാണെന്നുണ്ടെങ്കിൽ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ വരാനുള്ള ചാൻസസ് വളരെ കൂടുതലാണ്. അതേപോലെ തന്നെ പറയുകയാണെങ്കിൽ നിങ്ങൾ ഭയങ്കര ടൈറ്റ് ആയിട്ടുള്ള ജീൻസ് ആണ് അല്ലെങ്കിൽ ഡ്രസ്സാണ് ഇടുന്നത്, ട്രൗസേഴ്സ് ആണ് ഇടുന്നതെന്നുണ്ടെങ്കിലും ഈ പറയുന്ന ഉദാഹരണം ഉണ്ടാകാനുള്ള ബുദ്ധിമുട്ടുകൾ വളരെ കൂടുതലാണ്. അതേപോലെ എനിക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ്, നമ്മളുടെ ക്ലിനിക്കിൽ നമ്മൾ ഇതുവരെ കണ്ടതിൽ 80% ആളുകളിൽ ഉറക്കക്കുറവ് എന്നുള്ള ഒരു വലിയ ഫാക്ടറുണ്ട്. ഈ ഒരു ഫാക്ടറാണ് പലപ്പോഴും പല ആളുകളിലും ഉദാഹരണക്കുറവ് ഉണ്ടാക്കിയിട്ടുള്ളത് എന്നുള്ളതും കൂടി ഞാൻ പറയാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ എങ്ങനെ ഹിസ്റ്ററി എടുത്തു കഴിഞ്ഞാലും ആൾ ഓക്കെയാണ്, ഷുഗർ ഇല്ല, പ്രഷർ ഇല്ല, കൊളസ്ട്രോൾ ഇല്ല, ബാക്കി എല്ലാ ബ്ലഡ് ടെസ്റ്റും നോർമലാണ്, എല്ലാം കൊണ്ടും ആൾ ഓക്കെയാണ്. പക്ഷേ ആളുടെ ആകെ പ്രശ്നം, ആൾ ഉറങ്ങുന്നത് വളരെ കുറവ് ടൈമാണ്, ഉറങ്ങി എണീറ്റാൽ പോലും വലിയൊരു ഫ്രഷ്നെസ് ഫീൽ ചെയ്യാറില്ല എന്നൊരവസ്ഥയാണ്. ഈ ഒരു അവസ്ഥ കാരണം പലപ്പോഴും പല കേസുകളിലും ഉറക്കക്കുറവിനെ റെഡിയാക്കിയതിന് ശേഷമാണ് നോർമലി നാച്ചുറലായിട്ട് ഉദാഹരണക്കുറവ് നോർമലായ കേസുകളുണ്ട്. സോ അത്രയും ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങൾ ഉറക്കത്തിനെ പലപ്പോഴും നമ്മൾ വളരെ നിസ്സാരമാക്കിയിട്ട് കാണാറുണ്ട്. അതായത് ഈ പണിയും കൂടെ കഴിയട്ടെ, അല്ലെങ്കിൽ ഉറങ്ങൽ പിന്നെയും ഉറങ്ങാം, ഇന്നേ എനിക്ക് അധ്വാനിക്കാൻ കഴിയുള്ളൂ എന്ന് പറഞ്ഞ് ഒരുപാട് ജോലികൾ എടുക്കുന്ന ആളുകളുണ്ട്. റിപ്പീറ്റഡ് ആയിട്ട് ബാക്ക് ടു ബാക്ക് ഒരു ജോലി കഴിഞ്ഞ് അടുത്ത ജോലിയിലേക്ക് പോയി ഉറക്കിന് അത്രയും കോംപ്രമൈസ് ചെയ്യുന്ന ആളുകളുണ്ട്. ചില ആളുകൾ പറയാറുണ്ട്, എനിക്ക് പകൽ ഉറങ്ങാനാണ് ഇഷ്ടം, അപ്പോൾ ഞാൻ എപ്പോഴും നൈറ്റ് ഡ്യൂട്ടിയാണ് പ്രിഫർ ചെയ്യാറുള്ളത്. അങ്ങനെ എടുക്കുന്ന ആളുകളുണ്ട്. അതിലൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. അങ്ങനത്തെ ആളുകളിലൊക്കെ നമ്മൾ കേസ് ഹിസ്റ്ററി നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു പ്രശ്നം വന്ന് കണ്ടിട്ടുണ്ട്. ആ ഒരു പാറ്റേൺ നമ്മൾ നോർമലൈസ് ചെയ്ത് ഉറക്കം നോർമലാക്കിയപ്പം തന്നെ ഉദാഹരണം പഴയതുപോലെ നോർമലായി തുടങ്ങുന്നത് നമ്മൾ റിയൽ ഹാൻഡ് എക്സ്പീരിയൻസിലാണ് ഞാൻ പറയുന്നത്. അപ്പോൾ എപ്പോഴും നിങ്ങൾ ഉറക്കത്തിന് നിങ്ങൾ അത്രയും ഊന്നൽ കൊടുക്കുക. ഉറങ്ങാൻ പറ്റുന്നില്ല എന്നാണെന്നുണ്ടെങ്കിൽ എന്തുകൊണ്ട്? വെറുതെ ഫോണിൽ തോണ്ടിയിരിക്കുന്നതുകൊണ്ടാണോ, വേറെ സ്ട്രെസ്സ് കൊണ്ടാണോ, വേറെ എന്തെങ്കിലും ഇഷ്യൂസ് കൊണ്ടാണോ എന്നുള്ളത് നോക്കി അതിനനുസരിച്ചുള്ള മെഡിക്കേഷനോ കൗൺസിലിങ്ങോ തെറാപ്പിയോ അല്ലെങ്കിൽ എന്താണോ വേണ്ടത് അവിടെ അതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് എന്നുള്ളത് ഉറപ്പുവരുത്തുക. അതേപോലെ മറ്റൊരു മിസ്റ്റേക്കാണ്, നമ്മൾ വീട്ടിലിരിക്കുന്ന ടൈമിൽ ചില ആളുകളുണ്ട് നല്ല ചൂട് വെള്ളത്തിൽ കുളിക്കാൻ ആഗ്രഹിക്കുന്ന ആളുകളാണ്. ഭയങ്കരമായിട്ട് ചൂടുള്ള വെള്ളത്തിൽ ഹോട്ട് വാട്ടർ ബാത്ത് എന്നാണ് അതിന് പറയുക. അതായത് ടബിലൊക്കെ നിറച്ച് വെച്ച് ആ ഒരു ചൂടിലേക്ക് ഇറങ്ങി നല്ല റിലാക്സിങ് ആണ്. പക്ഷേ ഇത് റിപ്പീറ്റഡ് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ ഒരു ഉദാഹരണ പ്രശ്നം ഉണ്ടാകാൻ, അതായത് നിങ്ങളുടെ ടെസ്റ്റോസ്റ്ററോൺ ഇഷ്യൂസ് വരാൻ, ബോൾസിൽ ഇഷ്യൂസ് വരാനുള്ള ചാൻസസ് കൂടുതലായതുകൊണ്ട് തന്നെ ടെസ്റ്റോസ്റ്ററോൺ കുറയാനും
നിങ്ങൾക്ക് ഉദ്ധാരണം കുറയാനുള്ള ചാൻസസ് കൂടുതലാണ്. അതേപോലെ ചില ആളുകളുണ്ട് ലാപ്ടോപ്പ് സ്ഥിരമായിട്ട് യൂസ് ചെയ്യുന്ന ആളുകളാണെന്നുണ്ടെങ്കിൽ ലാപ്ടോപ്പ് സ്റ്റാൻഡ് പോലും യൂസ് ചെയ്യാതെ ഡയറക്റ്റ് നിങ്ങളുടെ മടിയിൽ വെച്ച് ലാപ്ടോപ്പ് യൂസ് ചെയ്യാം. ഇത് എപ്പോഴെങ്കിലും ആണെന്നുണ്ടെങ്കിൽ ഓക്കെ, പക്ഷേ സ്ഥിരമായിട്ട് നിങ്ങളിത് ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ ലിംഗത്തിലേക്കുള്ള രക്തയോട്ടം കുറയാനുള്ള ചാൻസസ് കൂടുതലാണ്. അതേപോലെ തന്നെ നിങ്ങൾ നമ്മളുടെ വീടുകളിലൊക്കെ നമ്മൾ ചെയ്യുന്നതാണ്, നമ്മുടെ റൂമുകളിൽ വൈഫൈ ഉണ്ടാവും, ഒരുപാട് ഫോൺസ് ഉണ്ടാവും, അതർ ഗാഡ്ജറ്റ്സ് ഉണ്ടാവും. ഇങ്ങനെ ഒരുപാട് EMFs അല്ലെങ്കിൽ ഈ മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാകുന്ന അല്ലെങ്കിൽ റേഡിയേഷൻസ് വരുന്ന ഒരു സിറ്റുവേഷനിലാണ് നിങ്ങൾ സ്ഥിരം കിടക്കുന്നതെന്നുണ്ടെങ്കിൽ പലപ്പോഴായിട്ട് ഈ ഒരു പ്രശ്നം ലിംഗത്തിലേക്കുള്ള രക്തയോട്ടം കുറയുന്ന പ്രശ്നം നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പോൾ പഠനങ്ങൾ തന്നെ പറയുന്നത് നിങ്ങൾ മാക്സിമം നിങ്ങളുടെ ബെഡ്റൂമിൽ നിന്ന് ഫോണുകൾ ഒഴിവാക്കുക, അല്ലെങ്കിൽ മാക്സിമം ഒരു ഫോൺ 2 ഫോൺ അതിലപ്പുറം നിങ്ങൾ വെക്കുന്നില്ല എന്നുള്ളത് ഉറപ്പുവരുത്തുക എന്നുള്ളതാണ്. അതേപോലെ മറ്റൊരു പ്രശ്നമാണ് പലപ്പോഴും ആളുകൾ മൂത്രമൊഴിക്കാൻ മുട്ടിക്കഴിഞ്ഞാൽ, എത്ര മൂത്രമൊഴിക്കുകയും മുട്ടിക്കഴിഞ്ഞാലും അവരതിന് വേണ്ടി പോവില്ല. ഈ പണി കൂടെ കഴിയട്ടെ അല്ലെങ്കിൽ ഇതും കൂടെ കഴിയട്ടെ, മടിയാണ്, കുറച്ച് കഴിഞ്ഞിട്ട് ചെയ്യാം, കിടക്കുകയല്ലേ ഒരു 10 മിനിറ്റ് കഴിഞ്ഞിട്ട് എന്ന് പറഞ്ഞ് അതിനെപ്പോഴും ലാഗ് അടിച്ചു കൊണ്ടുപോകും. പലപ്പോഴും ഈ ഒരു അവസ്ഥയിലുള്ള ആളുകളിൽ പിന്നീട് നമ്മൾ കണ്ടിട്ടുണ്ട് ഉദാഹരണക്കുറവ് വരുന്നത്. പ്രോസ്റ്റേറ്റ് ഇഷ്യൂസ് ഉള്ള ആളുകളിലും ഇത്തരത്തിലുള്ള ഉദാഹരണക്കുറവ് വരാനുള്ള ചാൻസസ് കൂടുതലാണ്. അപ്പം ഈ പറഞ്ഞ കാര്യങ്ങൾ പോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആണ് നിങ്ങൾ കഴിക്കുന്ന ഭക്ഷണം എന്ന് പറയുന്നത്. നിങ്ങൾ ഓവറായിട്ട് ആൽക്കഹോൾ കഴിക്കുക, ഭയങ്കരമായിട്ട് എണ്ണയിൽ പൊരിച്ച സാധനങ്ങൾ കഴിക്കുക, എപ്പോഴും ഡീഹൈഡ്രേറ്റഡ് ആയിട്ട് നിൽക്കുകയാണ്, വെള്ളം കുടിക്കുന്നത് വളരെ കുറവാണ്, അല്ലെങ്കിൽ ഏത് സമയവും നിങ്ങളിപ്പം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നട്ട്സ് കഴിക്കുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ, ഇപ്പം ചില ആളുകൾ പറയാറുണ്ട് കുറിക്കാറുണ്ട് ഞാൻ നന്നായിട്ട് നട്ട്സ് കഴിക്കാറുണ്ട് ഡോക്ടർ, ഹെൽത്തി അല്ലേ, ഹെൽത്തി സ്നാക്ക് ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ചിലപ്പോൾ ഒരു ദിവസം കൊണ്ട് തന്നെ ഒരു പാക്കറ്റൊക്കെ ഞാൻ തീർക്കാറുണ്ട് എന്ന് പറയാറുണ്ട്. പക്ഷെ ഇങ്ങനെ ഓവറായിട്ട് കഴിക്കുമ്പോൾ നിങ്ങളുടെ ശരീരത്തിൽ കൊളസ്ട്രോൾ കൂടാനുള്ള ചാൻസസ് കൂടുതലാണ്. അതേപോലെ നമ്മൾ പറയാറുണ്ട് അവക്കാഡോ നല്ലതാണ്, നിങ്ങൾക്ക് ഉദാഹരണം വരാൻ നല്ലതാണ്, പക്ഷേ അമിതമായാൽ അമൃതം വിഷം എന്ന് പറയുന്നത് പോലെ വീണ്ടും അവക്കാഡോ എന്ന് പറയുന്നത് ഹെൽത്തി ഫാറ്റാണ്, പക്ഷെ അത് ഓവറായി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത് ഫാറ്റ് സ്റ്റോറേജ് ആയി പോകും, പല രീതിയിൽ അത് ബ്ലോക്സിലേക്ക് പോകാൻ സാധ്യത ഉണ്ട്. അപ്പോൾ എപ്പോഴും ഒരു അവക്കാഡോ നിങ്ങൾ ഇന്ന് കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ അത് മാത്രം കഴിക്കുക, അതിലപ്പുറം ഫാറ്റി ആയിട്ടുള്ള സാധനങ്ങൾ അധികം കഴിക്കാതിരിക്കുക, അല്ലെങ്കിൽ ഒന്നിൽ കൂടുതൽ നല്ലതാണല്ലോ എന്ന് വിചാരിച്ച് ഓവറായിട്ട് കഴിക്കാതിരിക്കുക എന്നുള്ളതാണ്. അതേപോലെ പറയാനാണെന്നുണ്ടെങ്കിൽ ഹൈ കെഫീൻ ഉള്ള അല്ലെങ്കിൽ ഭയങ്കരമായിട്ട് സ്മോക്കി ആയിട്ടുള്ള നമ്മളുടെ അൽഫാമൊക്കെ പോലെയുള്ള ഭക്ഷണങ്ങൾ ഓവറായിട്ട് നിങ്ങൾ കഴിക്കുന്നുണ്ടെന്നുണ്ടെങ്കിലും കേടാണ്. കാരണം ഇതിലുള്ള കാർബണാണ്, നിങ്ങളത് കരിയിച്ച് കാണുന്നത് ആക്ച്വലി അതിൽ കാർബണാണ് നമ്മൾ അങ്ങനെ കഴിക്കുന്നത്. അത് നമ്മളുടെ ബോഡിയിൽ പല രീതിയിലുള്ള ഇൻഫ്ലമേഷൻസ് ഉണ്ടാക്കാനുള്ള ചാൻസസും നീർക്കെട്ടുകൾ ഉണ്ടാക്കാനുള്ള ചാൻസസും ഈ പറയുന്ന ഉദാഹരണക്കുറവ് ഉണ്ടാക്കാനുള്ള ചാൻസ് വരെ ഉണ്ട് അതിന്. അതേപോലെ ചില ആളുകളുണ്ട് മീനൊക്കെ പൊരിക്കുകയാണോ കരിക്കുകയാണോ എന്ന് നമ്മൾക്ക് തോന്നും, കാരണം അങ്ങനെ മുരിഞ്ഞ് അത് കറുത്ത കളറായി കഴിഞ്ഞാലേ ടേസ്റ്റ് ഉള്ളൂ എന്ന് പറഞ്ഞ് പൊരിക്കുന്ന ആളുകളുണ്ട്. ഇതും ഇതേ എഫക്റ്റ് തന്നെയാണ് നിങ്ങളുടെ ബോഡിക്ക് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ നിങ്ങളെ ഫുഡിൽ നിങ്ങൾ ശ്രദ്ധിക്കുക എന്നുള്ളതാണ്. അതേപോലെ തന്നെ ഉറക്കം, എക്സസൈസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങളുടെ ബോഡി നിങ്ങൾ ഇളക്കുന്നുണ്ട് എന്നുള്ളത് നോക്കുക. അപ്പം ഇത്രയും നേരം നമ്മൾ പറഞ്ഞത് ഈ പറയുന്ന നിങ്ങളുടെ ഉദാഹരണക്കുറവ് ഉണ്ടാകാനുള്ള കാരണങ്ങളാണ്. ഇതൊന്നും എനിക്കില്ല ഡോക്ടറെ, പിന്നെ എനിക്ക് എന്തുകൊണ്ടാണ് ഈ അസുഖം വന്നത് എന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ പലപ്പോഴും സ്ട്രെസ്സാണ്. സ്ട്രെസ് എന്ന് പറയുമ്പം ചിലപ്പം നിങ്ങൾ ഇന്ന് ആ ഒരു സ്ട്രെസ്സിൽ ജീവിക്കുന്ന ഒരാളാവണം എന്നില്ല. ഈ ഒരു അസുഖം വരുന്നതിൻ്റെ മുന്നേ നിങ്ങളുടെ ശരീരം അല്ലെങ്കിൽ നിങ്ങളുടെ മനസ്സ് അനുഭവിച്ച സ്ട്രെസ്സ് നിങ്ങളുടെ ബോഡിയിൽ ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ടാവും. ആ മാറ്റങ്ങളാൽ നിങ്ങൾക്ക് പിന്നീട് വന്ന എഫക്റ്റ് കൂടെ ആവാം ഈ പറയുന്ന ഉദാഹരണക്കുറവ് എന്നുള്ളത്. അപ്പോൾ അത് കറക്റ്റായിട്ടുള്ളൊരു കേസ് ടേക്കിങ്ങിലൂടെ മാത്രമാണ് നിങ്ങൾക്ക് എന്തുകൊണ്ടാണ് ഉദാഹരണക്കുറവ് വന്നത്, അല്ലെങ്കിൽ എന്താണ്, അല്ലെങ്കിൽ ഈ ഒരു ലിംഗത്തിലേക്കുള്ള രക്തയോട്ടം എന്തുകൊണ്ടാണ് കുറഞ്ഞത്, അങ്ങനെ കുറഞ്ഞിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ അതിന് ഇനി എന്ത് രീതിയിലാണ് ട്രീറ്റ്മെൻറ്റ് വേണ്ടത് എന്നുള്ളതെല്ലാം നോക്കാൻ. അപ്പം എപ്പോഴും നിങ്ങൾ ഒരു ഡോക്ടറെ കൺസൾട്ട് ചെയ്യുക, ഡീറ്റെയിൽ ആയിട്ട് നിങ്ങളെ കേസ് പറയുക. പലപ്പോഴും പല ആളുകളും മടി കാണിക്കാറുണ്ട്, പല കാര്യങ്ങളും മറച്ചു വെക്കാറുണ്ട്, എങ്ങനെ ഇതൊക്കെ ഞാൻ പറയുക, എന്നെക്കുറിച്ച് ഡോക്ടർ എന്താ വിചാരിക്കുക, മോശം വിചാരിക്കില്ലേ എന്നൊക്കെ പറഞ്ഞു. പക്ഷേ നിങ്ങൾ ഈ പറയുന്ന, പ്രത്യേകിച്ച് എൻ്റെ പേഷ്യൻസിനോട് എപ്പോഴും പറയുന്നതാണ്, നിങ്ങൾ പറയുന്ന ഓരോ വാക്കിലും നിങ്ങളുടെ മെഡിസിൻ മാറുകയാണ്. നിങ്ങളുടെ രോഗത്തിൽ നിന്ന് മുക്തനാവാനുള്ളൊരു കാരണമാണ് നിങ്ങൾ പറയുന്ന വാക്കുകൾ. ആ വാക്കുകൾ നിങ്ങൾ മറച്ചു വെച്ചാൽ ഒരിക്കലും നിങ്ങൾക്കൊരു പ്രോപ്പറായിട്ടുള്ള മെഡിക്കേഷൻ തരാനോ നോർമലായിട്ട് നിങ്ങളെ കൊണ്ടുവരാനോ നമുക്ക് കഴിയില്ല. സോ എപ്പോഴും നിങ്ങളൊരു ഡോക്ടറെ സമീപിക്കുമ്പോൾ നിങ്ങൾക്ക് എന്താണോ ഉള്ളതുപോലെ പറയാൻ വേണ്ടി ശ്രദ്ധിക്കുക. സോ കൂടുതൽ വീഡിയോസുമായിട്ട് ഇനിയും കാണാം. ഞാൻ ഡോക്ടർ ഹിബ അബ്ദുൽ മജീദ്, ഡോക്ടർ ഹിബ സരോവിയ, പെരിന്തൽമണ്ണ, മലപ്പുറം ജില്ല.